നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടിയെ വേരോടെ തന്നെ എങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അങ്ങനെ നമുക്ക് നര എന്ന പ്രശ്നത്തിൽ നിന്നും ഒഴിവാകാനായിട്ട് സാധിക്കും. നമ്മുടെ മുടിയെല്ലാം നരച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഹെയർ ഡേകൾ, അതായത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേകളാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മുടിക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കില്ല, അതായത് അകാല നര നമുക്കുണ്ടാവില്ല. അകാല നര നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അകാല നര തടയുവാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ മുടി വളരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അകാല നര തടയുവാനായിട്ടും മുടി വളരുവാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെറിയ ഉള്ളി. അപ്പോൾ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇപ്പോൾ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഇതേപോലെ ഹെയർ ഓയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത്, അതായത് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചായപ്പൊടി ഉപയോഗിക്കുന്നത്. പലരും പല രീതിയിലാണ് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് മുടി വളരുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മുടി കറുപ്പിക്കാൻ, അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. വെറും 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാലുള്ള റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാ പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുപാട് അളവിൽ കറിവേപ്പില എടുക്കേണ്ട കേട്ടോ. ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പാകമായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അതായത് നമ്മൾ ഇതേപോലെ കൈ വെച്ച് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് 1 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് 1 ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ ഈ ചട്ടിയിലെ ചൂടെല്ലാം ആറിയിട്ടുണ്ടാകും. അപ്പോൾ 1 ദിവസത്തിന് ശേഷം നമ്മുടെ ഹെയർ ഓയിൽ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, അതായത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത്. ഇത് നമുക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. നമ്മൾ തല കഴുകുന്നതിന് മുൻപ്, അതായത് 1/2 മണിക്കൂർ മുൻപാണ് നമ്മൾ ഹെയർ ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് 2-3 മിനിറ്റ് നേരമെങ്കിലും ഇത് നന്നായിട്ട്, അതായത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും എല്ലാം ഈ ഒരു ഹെയർ ഓയിൽ പിടിക്കുള്ളൂ. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് മുടി കഴുകാവുന്നതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കഴുകാവുന്നതാണ്. ഇല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടും മുടി കഴുകാം. അങ്ങനെ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കണം. അങ്ങനെ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നിറയ്ക്കുന്നത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ മുടിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അതേപോലെ തന്നെ 1-2 നരച്ചു തുടങ്ങുന്നവരും ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.